Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സൈബർ തട്ടിപ്പുകൾക്കെതിരെ സമഗ്ര നിയമവുമായി UK. ഇന്നു മുതൽ സാധാ പാസ്വേഡുകൾ നൽകാനാവില്ല. ജനങ്ങളുടെ സ്വകാര്യതയും പണവും വിവരങ്ങളും സംരക്ഷിക്കുമെന്ന് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ. സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കർശനമായ നടപടികളുമായി ബ്രിട്ടൻ മുന്നോട്ട്. അടുത്തിടെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ബ്രിട്ടനിൽ വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. രാജ്യത്തെ ദുർബലമാക്കാൻ പ്രതിലോമ ശക്തികൾ വൻതോതിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു തുടങ്ങിയത് ഇതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദുർബലമായ പാസ്വേഡുകൾ സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 1, 2, 3, 4, 5 എന്നതുപോലുള്ള സാധാരണ വാക്കുകൾ ഇനി പാസ്വേഡായി നൽകാൻ സാധിക്കില്ല. ഹാക്കിംഗിൽ നിന്നും സൈബർ ആക്രമണങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി അറിയിച്ചു. നിയമം നിലവിൽ വരുന്നതോടെ ഫോണുകൾ, ടിവികൾ, സ്മാർട്ട് ഡോർ ബെല്ലുകൾ തുടങ്ങിയവയുടെ നിർമ്മാതാക്കൾ തങ്ങൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ സൈബർ കുറ്റവാളികളുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നത് നിയമം മൂലം ബാധ്യതയായി മാറും. ഇതിന്റെ ഭാഗമായി സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും ഇടവേളകളിൽ പാസ്വേഡുകൾ മാറ്റുന്നതിനെക്കുറിച്ചും ഇനി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകേണ്ടത് നിർമ്മാതാക്കളുടെ കൂടെ ചുമതലയാണ്. UK-യിൽ ഇൻസുലിൻ ക്ഷാമം രൂക്ഷമാകുന്നു. പ്രമേഹ രോഗികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ. UK-യിൽ ഇൻസുലിൻ ക്ഷാമം രൂക്ഷമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. ഇത് രാജ്യത്തെ പ്രമേഹ രോഗികളുടെ ഇടയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏകദേശം 4 ലക്ഷം പേരെ ഇൻസുലിൻ ക്ഷാമം പ്രതികൂലമായി ബാധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇൻസുലിൻ ക്ഷാമത്തിന്റെ കാരണമായി ആഗോള ഉത്പാദനത്തിലെ കുറവാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ചില മരുന്നുകൾ അടുത്ത വർഷം വരെ കുറവ് നേരിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അപസ്മാരം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും മരുന്നുകളുടെ ലഭ്യതയിൽ കുറവ് നേരിടുന്നു. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് സ്ഥിരമായി ഇൻസുലിന്റെ ലഭ്യത അനിവാര്യമാണെന്ന് ജുവനൈൽ ഡയബറ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ പറഞ്ഞു. ടൈപ്പ് 1 രോഗമുള്ളവർക്ക് ടൈപ്പ് 2 പ്രമേഹ രോഗികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇൻസുലിൻ കുത്തിവയ്ക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇൻസുലിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള വാർത്തകൾ ഇത്തരം രോഗികളുടെ ഇടയ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ബ്രിട്ടനിൽ കാർ ഇൻഷുറൻസ് കുതിച്ചുയരുന്നു. 2024 ആദ്യ പാദത്തിലെ വർധനവ് 33%. പണപ്പെരുപ്പം കുറഞ്ഞിട്ടും ഇൻഷുറൻസ് ചെലവുകൾ കുറയുന്നില്ല. കാർ ഇൻഷുറൻസിൽ വൻ വർധനവ് വന്നതായുള്ള കണക്കുകൾ പുറത്ത്. അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഷുറേഴ്സിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ കാർ ഇൻഷുറൻസിൽ 1/3 വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ ഉള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ £157 കൂടുതലാണ്. കാർ ഇൻഷുറൻസിലെ വർധനവ് സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന നടപടിയാണെന്ന വിമർശനം രൂക്ഷമാണ്. 2023 ആദ്യ പാദത്തിൽ ശരാശരി പ്രീമിയം £478 ആയിരുന്നുവെങ്കിൽ 2024 അത് £635 ഉയർന്നിരിക്കുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം കുറഞ്ഞെങ്കിലും ഇത് കാർ ഇൻഷുറൻസ് ചിലവ് കുറയുന്നതിന് സഹായകരമായിട്ടില്ല എന്നാണ് ABI പറയുന്നത്. അതായത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, മോഷണം നടക്കുന്നത് മൂലമുള്ള ചിലവുകൾ, റീപ്ലേസ് ചെയ്യുക തുടങ്ങിയ ചിലവുകൾ കൂടി വരുന്നതാണ് കാർ ഇൻഷുറൻസ് പോളിസി കൂടാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കുടിയേറ്റത്തിന് കാരണമായി ബ്രിട്ടനിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറി. ബ്രിട്ടനിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കുടിയേറ്റത്തിന്റെ പുതിയ വഴിയായി മാറുന്നുവെന്ന് ആശങ്ക ഉയർത്തി കണക്കുകൾ. വിദ്യാഭ്യാസത്തിനായി എത്തിയ ശേഷം അഭയാർത്ഥിത്വത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണവുമേറുന്നുവെന്നാണ് കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. ബ്രിട്ടനിൽ അഭയാർത്ഥിത്വം അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികളിൽ 4% പേരും കേവലം 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തവരാണ് എന്നാണ് ചോർന്ന രേഖകൾ വെളിപ്പെടുത്തുന്നത്. ഇതോടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇമിഗ്രേഷൻ റൂട്ടായി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ആശങ്ക ഉയരുന്നത്. 2021 മാർച്ച് വരെ 12 മാസങ്ങളിലെ രഹസ്യ ഹോം ഓഫീസ് കണക്കുകളാണ് ചോർന്നിരിക്കുന്നത്. ബ്രിട്ടനിലെ ബെനഫിറ്റ് സിസ്റ്റത്തിൽ കാലോചിത മാറ്റത്തിനൊരുങ്ങി ഋഷി സുനാക്. ബ്രിട്ടന്റെ ബെനഫിറ്റ് സിസ്റ്റത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഋഷി സുനാക്. ഇതോടെ വികലാംഗർക്ക് ലഭിക്കുന്ന പ്രതിമാസ പേയ്മെന്റുകൾക്ക് പകരം വൗച്ചറുകൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. വ്യാഴാഴ്ച ലോക്കൽ തെരഞ്ഞെടുപ്പിൽ ടോറികൾക്ക് മുറിവേൽക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനു മുന്നോടിയായി ബെനഫിറ്റ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി ഒരുങ്ങുന്നത്. പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റിലാണ് മാറ്റങ്ങൾ പ്രധാനമായി നടപ്പാക്കുന്നത്. വീടുകളിൽ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒരുക്കുന്നതിന് ഒറ്റത്തവണ പേയ്മെന്റുകളും നൽകിയേക്കും. ആളുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിന് പകരം ചികിത്സ നൽകാനും സഹായിക്കാനും അപ്ലയൻസുകൾക്കും റെസിപ്റ്റ് നൽകി പണം തിരികെ നേടാനും കഴിയുന്ന തരത്തിലാണ് മാറ്റങ്ങളും ആലോചനയിലുണ്ട്. സുരക്ഷിതത്വം കുറയ്ക്കുകയല്ല, മറിച്ച് PIP സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗവൺമെന്റ് മാറ്റങ്ങൾ ആലോചിക്കുന്നത് എന്ന് ഗവൺമെന്റ് സ്രോതസ്സുകൾ വ്യക്തമാക്കി. ഇനി നാട്ടിലെ വാർത്തകൾ. വരുന്നു വന്ദേ മെട്രോ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ
ആദ്യഘട്ടത്തിൽ കേരളത്തിനും പരിഗണന കിട്ടിയേക്കും. നിരക്കും കുറവ്. യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറെടുക്കുന്നു. ജൂലൈ ആദ്യ വാരത്തോടെ ഈ ട്രെയിനുകൾ രാജ്യത്തെ വിവിധ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ട്രയൽ റൺ നടത്തുമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വന്ദേ മെട്രോ ട്രെയിനുകളാകും ആദ്യം പരീക്ഷണ ഓട്ടത്തിനായി എത്തുക. 100 മുതൽ 250 കിലോമീറ്റർ വരെയുള്ള റൂട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാകും ഈ സർവീസ്. പൂർണ്ണമായും AC ട്രെയിനുകളാണ് ഇതെന്നാണ് റിപ്പോർട്ട്. വന്ദേ ഭാരത് സർവീസുകളേക്കാൾ നിരക്കും കുറവായിരിക്കും. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 124 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക. വന്ദേ ഭാരതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കേരളത്തിന് തുടക്കത്തിൽ തന്നെ ട്രെയിനുകൾ ലഭിച്ചേക്കും. ലക്നൌ, കാൺപൂർ, ആഗ്ര, മധുര, തിരുപ്പതി, ചെന്നൈ, തൃശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെ യാത്രക്കാർ ഏറെയുള്ള റൂട്ടുകളാകും പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുക. ഗ്രൗണ്ടുകൾ സജ്ജമായില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ഇളവ് നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവിന് നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ടെസ്റ്റിന്റെ ആദ്യ ഭാഗമായ H എടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എടുക്കാം. കയറ്റത്ത് നിർത്തി പുറകോട്ടെടുക്കുന്നതും പാർക്കിംഗും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പരിഷ്കരണം നടപ്പാക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ സജ്ജീകരണങ്ങൾ പൂർത്തിയായില്ലെന്ന് വാർത്തകൾ പുറത്തുവന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് 1 മുതൽ തന്നെ നടപ്പാക്കുമെന്നാണ് ഗതാഗത വകുപ്പ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയായിരുന്നു തീരുമാനം. ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കാനായി കൊണ്ടുവന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിക്കുന്നത്. 86 ഇതിനായി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം. എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 77 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല. അതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാവുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു MVD. ആങ്കുലാർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, കയറ്റത്ത് നിർത്തി പുറകോട്ടെടുക്കുന്നതും ഉൾപ്പെട്ടതാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി. ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് കളക്ടർക്ക് നിർദ്ദേശം നൽകി. കനത്ത ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. മെയ് 2 വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയത്. അഡീഷണൽ ക്ലാസുകൾ പാടില്ല. കോളേജുകളിലും ക്ലാസുകൾ പാടില്ല. സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണം. ഇതുപ്രകാരം പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ഉത്തരവിട്ടു. ഇനി ആശ്വസിക്കാം. പ്രതീക്ഷിച്ച മാറ്റമുടനുണ്ടാകില്ല. സ്വർണത്തിന്റെ വില 1,00,000 താഴെ എത്താൻ ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. 1 പവൻ സ്വർണത്തിന് 240 രൂപയുടെ കുറവാണ് ഇന്നുണ്ടായത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 53,240 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,009 രൂപയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1 പവൻ സ്വർണത്തിന്റെ വില 53,480 രൂപയായിരുന്നു. ഈ മാസം ആദ്യത്തോടെയാണ് 1 പവൻ സ്വർണത്തിന്റെ വില 1,00,000 മുകളിൽ കടന്നത്. ഈ മാസം ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ഏപ്രിൽ 19 അന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 54,520 രൂപയായിരുന്നു. ഏപ്രിൽ 2 ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം വെള്ളിയുടെ വില 86 രൂപയും 1 കിലോഗ്രാം വെള്ളിയുടെ വില 86,000 രൂപയുമാണ്. ഇനി സ്പോർട്സ് വാർത്തകൾ. 93-ാം മിനിറ്റിൽ സഹലിന്റെ ഗോൾ. മോഹൻ ബഗാൻ ISL ഫൈനലിൽ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ച് മോഹൻ ബഗാൻ. ഇന്നലെ നടന്ന സെമി ഫൈനലിന്റെ 2ാം പാദത്തിൽ ഒഡീഷ FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മോഹൻ ബഗാൻ ഫൈനൽ ഉറപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ ഒഡീഷയിൽ വെച്ച് 2-1 മോഹൻ ബഗാൻ പരാജയപ്പെട്ടിരുന്നു. ഇതോടെ 3-2 അഗ്രിഗേറ്റ് സ്കോറിലാണ് മോഹൻ ബഗാൻ ഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്നലെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 22-ാം മിനിറ്റിൽ കമിങ്സ് ആണ് മോഹൻ ബഗാന് ലീഡ് നൽകിയത്. ഈ ലീഡ് ആദ്യ പകുതിയിൽ തുടർന്നു. 2ാം പകുതിയിൽ പരിക്ക് മാറിയെത്തിയ സഹൻ സബായി കളത്തിലിറങ്ങി. തുടർന്ന് 90-ാം മിനിറ്റിൽ സഹലിന്റെ ഗോളിൽ മോഹൻ ബഗാൻ വിജയമുറപ്പിച്ചു. ഇന്ന് നടക്കുന്ന 2ാം സെമി ഫൈനലിൽ മുംബൈ സിറ്റി FC ഗോവയെ നേരിടും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.59 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.